ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ ഇൻസ്റ്റന്റ് മാങ്ങ അച്ചാറാണ് റെഡിയാക്കാൻ പോണത്. നമ്മളാരും ഇതുവരെ ട്രൈ ചെയ്യാത്ത ഒരു രീതിയിലുള്ള ഒരു മാങ്ങ അച്ചാറാണ് കേട്ടോ. അതുപോലെ സിമ്പിളായിട്ട് റെഡിയാക്കാനും പറ്റും. 3 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6 പച്ചമുളക്, നല്ല എരിവുള്ള മുളക് ആട്ട, അതനുസരിച്ച് നിങ്ങൾ എടുത്തോളൂ. കുറച്ച് വെളുത്തുള്ളി. ഈ ഐറ്റംസ് ആണ് നമുക്ക് അച്ചാർ ഇടാനായിട്ട് വേണ്ടത്. സാധാരണ നമ്മൾ അച്ചാർ ഇടുമ്പോൾ മാങ്ങ മുറുക്കിയിട്ടാണ് ഇടാറ്. ഈ അച്ചാറിന് എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കാൻ പോവുക. ഫസ്റ്റ് നമുക്ക് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് എടുക്കാം. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും, വല്ലാണ്ട് ഫൈനായിട്ടല്ല കേട്ടോ, കുറച്ച് വലുതായിട്ടാണ് ചോപ്പ് ചെയ്തേക്കുന്നത്. ബൗളിൽ ഇട്ട് കൊടുക്കാം. എല്ലാം പച്ചമുളക് ഇടാം. നമ്മളെല്ലാം തന്നെ ഇട്ട് ചോപ്പ് ചെയ്യാൻ കാരണം ഒന്ന് അരഞ്ഞു പോവരുതെന്ന് വെച്ചിട്ടാട്ടോ. എല്ലാം നമുക്ക് കുറച്ച് വലുതായിട്ട് തന്നെ വേണം. പച്ചമുളകും ബൗളിലേക്ക് ഇടാം. ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൗളിലേക്ക് ഇടാം. ചോപ്പ് ചെയ്യാൻ പാകത്തിന് മാങ്ങ പീസാക്കി എടുക്കാം. കൊടുക്കാം. ഇത് കാണുമ്പോൾ മാങ്ങ പഴുത്ത പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അത് പഴുത്തതല്ല, ഒടുക്കത്തെ പുളിയുള്ള മാങ്ങയാണ്. മാങ്ങ നമ്മൾ ചോപ്പ് ചെയ്ത് കണ്ട നിമിഷ നേരം കൊണ്ട് നമുക്ക് ഇത്രയും ചോപ്പ് ചെയ്ത് എടുക്കാൻ പറ്റി. നിങ്ങൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചോപ്പറിൽ തന്നെ ചെയ്ത് നോക്കൂ കേട്ടോ. മാങ്ങ നമുക്ക് ബൗളിലിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. സാധാരണ മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യുന്നില്ല, പച്ചമുളക് ഇട്ട കാരണം. നിങ്ങൾ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടി ആഡ് ചെയ്തോളൂ. 1 ടീസ്പൂൺ കായപ്പൊടി. ഇതെല്ലാം നമുക്ക് മിക്സ് ചെയ്യാം. ഇതിങ്ങനെ ഇരിക്കട്ടെ. 2 സാധനം വറക്കാണ്ട് നമുക്കത് വറുത്ത് പൊടിക്കാം. 1 ടീസ്പൂൺ കടുക്. കടുകൊന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങുമ്പോൾ 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ഉലുവ. ഇതും കൂടി ഒന്ന് ചൂടാക്കി എടുക്കാം. എല്ലാം നല്ലോണം ചൂടാക്കി എടുത്തു. ഇത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത പൗഡർ നമ്മൾ മാങ്ങയിലേക്ക് ചേർക്കുന്നുണ്ട്. പൊടിക്കുമ്പോൾ കുറച്ച് തരിയോട് കൂടി പൊടിക്കണം കേട്ടോ, ഫൈനായിട്ട് പൊടിക്കരുത്. മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് അച്ചാർ വറുത്ത് പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കുന്നുണ്ട്. നല്ലെണ്ണ ആകുമ്പോൾ കേട് വരാണ്ടിരിക്കും അച്ചാർ. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടുമ്പോൾ കുറച്ച് വേപ്പിൽ 2 ചുവന്നമുളകും ചേർക്കുന്നുണ്ട്. ഇത് അച്ചാറിലേക്ക് ചേർക്കാം. അതേ പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ആഡ് ചെയ്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൂടോടുകൂടി തന്നെ അച്ചാറിലേക്ക് ആഡ് ചെയ്യാം. അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കാം. എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഏത് കുപ്പിയിലാണോ നമ്മൾ അച്ചാറാക്കണേ ആ കുപ്പിയിലേക്ക് നമ്മൾ ഫോഗ് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അച്ചാർ 6 മാസം വരെ പുറത്തന്നെ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട, പുറത്തന്നെ കേടുകൂടാണ്ട് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. ഫോഗ് ചെയ്യാണ്ടാണ് നമ്മൾ അച്ചാർ വെക്കണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. നമുക്ക് കുപ്പിയിലേക്ക് അച്ചാറിടാം. അടച്ച് വെക്കണ കുപ്പിയുടെ അടപ്പിലും ഫോഗ് കയറ്റണം കേട്ടോ. ഫോഗ് ചെയ്യുകയാണെങ്കിൽ 6 മാസം വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ അച്ചാർ വെക്കാൻ പറ്റും. നിങ്ങൾ ഫോഗ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിൻ്റെ ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് സൂക്ഷിച്ച് വെച്ചോളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള മാങ്ങ അച്ചാറാണ്. ഒരു വെറൈറ്റി ടേസ്റ്റും കൂടി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സീ യു. ബൈ.